നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ ലോകം ജനസേവാ കേന്ദ്രത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ഈ ലോകം ജനസേവാ കേന്ദ്രം എന്നുള്ള ജനസേവാ കേന്ദ്രത്തിന്റെ പോർട്ടലിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തന്നിരുന്നു. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ഈ പോർട്ടലിനകത്ത് കുറച്ച് അധികം സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് ഞങ്ങളുടെ ഡാഷ്ബോർഡ് സ്ക്രീനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നോർമലി അന്ന് കണ്ടതിൽ നിന്നും ഡാറ്റയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഡാറ്റ നോക്കണ്ട, നിങ്ങളത് പിന്നെ സ്ഥിരമായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊരു വ്യത്യാസമായിട്ട് കണക്ക് കൂട്ടണ്ട. അന്ന് സ്റ്റാറ്റസ് ഒക്കെ ഏകദേശം 40-50 ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 110 മേലെ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. സോ അത് ഡാറ്റയാണ്, അതൊരു വ്യത്യാസമായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുന്നില്ല. അത് സ്ഥിരമായിട്ട് അപ്ഡേറ്റ് ആവുന്നതായിട്ട് മാത്രം കണക്ക് കൂട്ടുക. എന്നാൽ ചില വ്യത്യാസങ്ങൾ നിങ്ങൾ സൈറ്റിൽ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾ ഒരു പുതുതായിട്ടൊരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്, ആഡ് ന്യൂ കസ്റ്റമർ. എന്താണ് ഈ ഒരു ഫംഗ്ഷന്റെ ഉപയോഗം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു ഫോം പോലത്തെ ഒരു പരിപാടി ഇവിടെ കിട്ടും. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമറുടെ പേര് നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അവരുടെ മൊബൈൽ നമ്പർ എത്രയാണോ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് സർവീസ് ആണോ ചെയ്തിരിക്കുന്നത് ആ സർവീസ് നമ്മളിവിടെ എൻ്റർ ചെയ്തു. ഫോർ എക്സാമ്പിൾ, വന്നിരിക്കുന്ന കസ്റ്റമർ പാസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളത് ചെയ്തു. സർവീസ് ചാർജ് ആയിട്ട് നമ്മൾ എത്ര രൂപയാണ് വാങ്ങിച്ചിരിക്കുന്നത് അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. നമ്മൾ ഈ സർവീസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഐഡി ആൻഡ് പാസ്വേഡ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ടിലൊന്നും നിങ്ങൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോർമലി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. സേവ് കസ്റ്റമർ എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു. കസ്റ്റമർ ഇവിടെ സേവ് ആയി എന്ന് കാണിക്കും. സോ നമ്മുടെ ലെഡ്ജറിലേക്ക് വന്നാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ആ ഒരു സെയില് നമുക്ക് ഇവിടെ റിപ്പോർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ലെഡ്ജറിലോട്ട് ആ സെയിൽ ഇവിടെ റിപ്പോർട്ട് ആയിട്ടുണ്ട്. എന്നാൽ ഇവിടെ സർവീസ് മാനേജർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കസ്റ്റമർ മാനേജർ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഓപ്ഷൻ കൂടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സർവീസ് മാനേജർ എന്നാണ്, അല്ലെങ്കിൽ കസ്റ്റമർ മാനേജർ എന്ന് പറയും. അതായത് നമ്മൾ അവിടെ കൊടുക്കുന്ന ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വരും. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സർവീസിന്റെ സ്റ്റാറ്റസ് എന്നുള്ളത് പെൻഡിങ് ആണ്. പേയ്മെന്റ് അവർ തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പെൻഡിങ് ആണ്. ഓക്കെ, അതായത് നമുക്ക് കസ്റ്റമർ നമുക്ക് എന്തെങ്കിലുമൊക്കെ സർവീസുകൾ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്റ്റാറ്റസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമുക്കൊരു റീഫ്രഷ് ഐക്കൺ ഉണ്ട്. റീഫ്രഷ് ഐക്കൺ കൊടുത്തു കഴിയുമ്പോൾ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയി, അതായത് നമ്മൾ ആ സർവീസ് ചെയ്ത് കഴിഞ്ഞു. പേയ്മെന്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിവിടെ ആർസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെന്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതുപോലെ എത്ര കസ്റ്റമറുടെ ഡാറ്റ വേണമെങ്കിലും ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നോക്കാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ ഇവിടെ പേയ്മെന്റ് പെൻഡിങ് മാത്രം ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം പേയ്മെന്റ് പെൻഡിങ് മാത്രം കൊടുക്കുമ്പോൾ ഇവിടെ കാണാം പേയ്മെന്റ് പെൻഡിങ് ഉള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സർവീസുകൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്നുള്ളത് അവിടെ കാണിക്കും. അതുപോലെ തന്നെ ആക്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മളവിടെ കൊടുത്തിരിക്കുന്ന യൂസർ ഐ ഡി പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഒന്നാമത്തേതായിട്ട് ചേർത്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ് അത്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനിലേക്ക് നമുക്ക് വരാം. അതിനായിട്ട് രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മൾ ചേർത്തിരിക്കുന്ന വാട്സപ്പിന്റെ സ്റ്റാറ്റസ് സെക്ഷനിലാണ്. വാട്സപ്പ് സ്റ്റാറ്റസ് സെക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാം നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് ഒരു കാറ്റഗറി കൂടി കൊടുത്തിട്ടുണ്ട്, AI ഇമേജ് എന്നുള്ള ഒരു കാറ്റഗറി. അതായത് AI സഹായത്തോടു കൂടി ജനറേറ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങളുടെ ലോഗോ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് നമ്മൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം, ഒരു പിക്ചറിന് മുകളിലോട്ട് നിങ്ങളുടെ കർസർ വരുമ്പോൾ തന്നെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നുണ്ട്. മുന്നേ ഒരു ഐക്കൺ മാത്രമാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പൊ മറ്റൊരു ഓപ്ഷൻ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ആണ്. അതായത് നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കുമല്ലോ. അപ്പൊ ഇത് ഏത് സൈറ്റിലാണ് കൊടുക്കേണ്ടത് നിങ്ങൾക്കുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലിങ്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ സൈറ്റ് ഏതാണെന്നുള്ളത് വ്യക്തമാക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഐക്കൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ലോഗോ അപ്ഡേറ്റ് ചെയ്യാനും ഇതിലേക്കുള്ള ലോഗോ അപ്ഡേറ്റ് ചെയ്യാനും ലോഗോ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇനിയും പ്രധാനപ്പെട്ട മറ്റു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ സർവീസ് സെക്ഷനിലേക്ക് വരാം. നമുക്ക് ഇവിടെ സർവീസ് എന്നുള്ള സെക്ഷനിലേക്ക് വരാം. സർവീസിന്റെ കൗണ്ടിങ് കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, അത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഫേവറേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ആദ്യം തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ സ്റ്റൈൽ ഒന്നുകൂടി മാറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ ഫേവറേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ പോപ്പപ്പ് ഒക്കെ സെറ്റ് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് സ്റ്റൈൽ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റൊരു ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് ഒരു സർവീസ് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ആ സർവീസ് എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഇവിടെ പാൻ കാർഡ് എന്നുള്ള സർവീസ് നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ പാസ്പോർട്ട് എന്നുള്ള സർവീസ് നമ്മൾ എടുക്കുന്നു വിചാരിക്കാം. മൈനർ പാസ്പോർട്ട് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, പാസ്പോർട്ട് നമ്മൾ എടുക്കുന്നു.
അപ്പോൾ പാസ്പോർട്ട് നമ്മൾ എടുക്കുമ്പം ഇവിടെ നമുക്ക് നോർമലി അതിന്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടി, അതുപോലെ തന്നെ റിക്വയർഡ് ഡോക്യുമെന്റ് കിട്ടി. ഇനി നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ കൂടി നമ്മൾ പുതുതായിട്ട് ചേർത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ഇംഗ്ലീഷ് മാത്രം വായിക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ മലയാളം വായിക്കാൻ അറിയാത്ത ആളുകളാണ്, കന്നഡ, ഹിന്ദി പോലുള്ള ലാംഗ്വേജുകൾ വേണമെങ്കിൽ നമ്മൾ ടോട്ടലി 5 ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ തമിഴിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലേക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് ആ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം എന്നുള്ളത് ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സർവീസ് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, കസ്റ്റമർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ന രീതിയിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കസ്റ്റമർക്ക് അറിയാൻ പാടില്ല, നിങ്ങൾക്ക് വർക്ക് അറിയില്ല എന്നുള്ള കാര്യം ഒരിക്കലും കസ്റ്റമർക്ക് അറിയാൻ പാടില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലും ട്രാൻസ്ലേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആണ്. ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം എന്നുള്ളത് ഞങ്ങളുടെ ടൂൾസിന്റെ സെക്ഷനിലാണ് വരുത്തിയിട്ടുള്ളത്. ഇവിടെ ടൂൾസ് എന്നുള്ള ഭാഗത്ത് ആദ്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വീട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളിവിടെ ഒരു സബ് മെനു എന്നുള്ള രീതിയിൽ ഓപ്പൺ ആവുന്ന രീതിയിലായിരുന്നു. ഞങ്ങളത് മാറ്റി റീഡിസൈൻ ചെയ്ത് മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് സ്ഥിരമായിട്ട് അപ്ഡേറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള ഒരു സൗകര്യവും ഒരു കമ്പനിയും നിങ്ങൾക്ക് തരില്ല എന്ന് 100 1000% എനിക്ക് ഉറപ്പ് വരാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള കമ്പനികളുടെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം വളരെ പ്രൊഫഷണലായ രീതിയിൽ ജനസേവ കേന്ദ്രം നടത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ പുതിയ ഫ്രാഞ്ചൈസി എടുക്കുന്നതിനായിട്ട് www.elogamjanaseva.in എന്നുള്ള വെബ്സൈറ്റ് ഗൂഗിളിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്.